ഗായ്സ്, ഇന്ന് നമ്മൾ ചൂണ്ടിടാൻ പോയെന്ന് കൂട്ടുകാരപ്പം. അപ്പോൾ നമുക്കൊരു നെട്ടർ കിട്ടി. നെട്ടർ പറയുമ്പോൾ ഒരു വീതിയിലുള്ള സൈസ് മീനാണ്. അപ്പോൾ അത് നമുക്ക് ഒന്ന് സെറ്റാക്കി എടുക്കാം. ആദ്യം അത് കഴുകി വൃത്തിയാക്കി സെറ്റാക്കി 2 കഷ്ണാക്കി. ഒരു ഭാഗത്ത് മുള്ളില്ല പീസും ഒരു ഭാഗത്ത് ഒരു ഭാഗം മുള്ളില്ലാത്തതുമായിട്ടാണ് എടുത്തത്. അപ്പോൾ ഈ ഭാഗം ഇപ്പോൾ മസാല തേച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം വലിയ കട്ടിയൊന്നുമില്ല. ഇത് ശരിക്കും ഉള്ളൊക്കെ വേവും. ചെറുതാണ് നമ്മുടെ മസാലക്കൂട്ടൊക്കെ പറഞ്ഞു തരാൻ വിളിച്ചത് കേട്ടോ. മസാലക്കൂട്ടൊക്കെ ഓനാണ് സെറ്റാക്കി തന്നത്. പിന്നെ മസാല ആവാത്ത ഭാഗത്തൊക്കെ നല്ലോണം ഫില്ലാക്കി നമ്മൾ കത്തി കൊണ്ട് നല്ലോണം ഇങ്ങനെ വാർന്ന് കൊടുത്തുകൊണ്ട് ആ ഗ്യാപ്പൊക്കെ മസാല നല്ലോണം തേച്ച് പിടിപ്പിക്കണം. നമ്മളെന്താ വെച്ചാൽ ഇത് ടൈമൊന്നും കൊടുത്തിട്ടില്ല. ശരിക്ക് ഇത് മസാലയൊക്കെ തേച്ചുകൊണ്ട് ഫ്രിഡ്ജിലേ ഒരു 1 ഹവറെങ്കിലും വെച്ചിട്ടൊക്കെ മസാല പിടിക്കുള്ളുന്ന ടൈം കൊടുക്കണം. പക്ഷേ പിള്ളേരൊക്കെ പെങ്ങളെ മക്കളൊക്കെ ഉണ്ട്. അവരൊക്കെ അർജൻറ്റ് കൂട്ടിയപ്പോൾ ഭയങ്കര തിരക്കായി. അപ്പോൾ പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്താണ്. അപ്പോൾ എത്രത്തോളം സെറ്റാവുമെന്നൊന്നും നന്നാവുമെന്നൊന്നും പറയാൻ പറ്റില്ല. എങ്കിലും നമുക്ക് ട്രൈ ചെയ്യാനല്ലോ. ഏതായാലും ഏകദേശം മസാലയൊക്കെ തേച്ച് ഫില്ലായി. ഇനിയൊരു ഭാഗം കൂടി ഉണ്ട്. അപ്പോൾ ഈ ആദ്യത്തെ കഷ്ണം ഏകദേശം 2 ഭാഗം മസാലയൊക്കെ തേച്ച് ഫില്ലായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാമല്ലോ. നമ്മളിതിൻ്റെ മുമ്പേ പിന്നെ റിസോർട്ടിലൊക്കെ പോയപ്പോൾ ചാർക്കോളും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് വിറകൊക്കെ കത്തിച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ കല്ലൊക്കെ ചെരിച്ച് വെച്ച് സെറ്റ് ചെയ്താണ് വീട്ടിൽ തന്നെ ആയതുകൊണ്ട്. അപ്പോൾ ഉള്ള സെറ്റപ്പിലുള്ളൂ. പക്ഷേ എങ്കിലും ഈ ഫിഷ് അടിപൊളിയാണ്. കാരണം നെട്ടർ എന്ന് പറയുമ്പോൾ നല്ല ടേസ്റ്റുള്ള ഫിഷാണ്. പിന്നെ ചെറുതിൻ്റെ മസാലയും കൂടി ആകുമ്പോൾ പറയണ്ടല്ലോ. ഏതായാലും ഏകദേശം ഒരു ഭാഗം ആയി തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് നല്ല കൊതിയൂറും സ്മെല്ല്. അതാ മസാലൻ്റെ ക്വാളിറ്റി തന്നെയാണ്. ഏകദേശം ഒരു ഭാഗം ആയി തുടങ്ങിയിട്ടുണ്ട്. നല്ല കഴിക്കാൻ പാകത്തിനായി. നല്ല നല്ല സ്മെല്ലും വരുമ്പോൾ നമുക്ക് ഇപ്പോൾ കഴിക്കാൻ തോന്നും. ഏതായാലും ഒരു ഭാഗം കൂടിയും ആവും വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. സെറ്റാവും എന്ന് ഒരു പ്രതീക്ഷ ഉണ്ട്. ആ സ്മെല്ലും ആ കളറും ഒക്കെ കണ്ടപ്പോൾ അടിപൊളിയായിട്ടുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് ആ ഭാഗം കൂടിയും ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നെട്ടർ പൊള്ളിച്ചത് ഒരു നാരകൻ്റെ എന്തെങ്കിലും എടുത്തിട്ടേ നെട്ടുള്ളിച്ചിട്ട് നല്ല ഭാഗത്തുനിന്ന് ഭാര്യല് പോലെ കണ്ടോ, മുള്ളാണ് ഈ കാണുന്നത്. ഭാര്യല് പോലെ ഈ മുള്ളിൻ്റെ അടിയിൽ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട്